يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദ് പഠന കോഴ്സിൻ്റെ 7ാമത്തെ ദിവസമാണിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. വറുവിയ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങുന്ന ഹദീസാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം വസ്തഗാസ ബിഹി നൂഹുൻ അലൈഹിസ്സലാം വകാന ഫീ സുൽബി ഇബ്രാഹിമ അലൈഹിസ്സലാം വറഅത്ത് ഉമ്മുഹു ആമിനത്തു റളിയല്ലാഹു അൻഹാ തുടങ്ങിയ വിഷയങ്ങൾക്ക് തെളിവായി ഒരു ഹദീസ് കൂടെ പറഞ്ഞു വെക്കുകയാണ് ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ. വറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അപ്പോൾ വറുവിയ അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നായി. ഇതേ ഹദീസ് നമുക്ക് ഷറഫുൽ അനാമിൻ്റെ 2ാമത്തെ ഭാഗത്ത് കാണാം. അവസാനം 2ാമത്തെ ഹദീസിലെ അവസാന ഭാഗത്ത് ഇതേ വിഷയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്നഹു ഖാൽ കുന്തു നൂറൻ, കുന്തു നൂറ, ഞാൻ പ്രകാശമായിരുന്നു. നൂറിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഇരുളിന് എതിരായി വരുന്ന പ്രകാശമാണ് നൂറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുന്തു നൂറ. പക്ഷേ നബിതങ്ങൾ നൂറായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നൂറു നബീന, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് നമുക്കറിയില്ല. പ്രകാശം എന്നാണ് നൂറിനർത്ഥം. പക്ഷേ നൂറു നബീന അല്ലെങ്കിൽ കുന്തു നൂറ, ഞാൻ നൂറായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുറാദ് എന്താണ്, അതിൻ്റെ കുൻഹ എന്താണ്, ഹഖീഖത്ത് എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കറിയില്ല എന്നാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത്. എന്തായിരുന്നാലും നമുക്കെന്ത് പറയാം, കുന്തു നൂറ, നബിതങ്ങൾ പറഞ്ഞു ഞാൻ നൂറായിരുന്നു, അങ്ങനെ തന്നെ പറഞ്ഞോളി. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയണ്ട. ബൈന യദയില്ല, ഞാൻ നൂറായിരുന്നു. ബൈന യദയില്ലാഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലും ഇറാദത്തിലുമായാണ് ഞാൻ നൂറായിരുന്നത്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലും ഇറാദത്തിലുമായ നിലക്ക്, അള്ളാഹുവിൻ്റെ കഴിവിലും അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിലുമായ നിലക്ക് ഞാൻ നൂറായൊരു സമയമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നുള്ള അർത്ഥം പറയരുത്. കാരണം
അള്ളാഹ്ക്ക് അങ്ങനെ ഒരു മുന്നോ പിന്നോ മുകൾ ഭാഗമോ താഴ്ഭാഗമോ അടിഭാഗമോ വലത്തോ ഇടത്തോ ഇതൊന്നുമില്ല അള്ളാഹു തആലക്ക്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നുള്ള അർത്ഥം പറയാതിരിക്കലാണ് നല്ലത്. കുന്തു നൂറൻ ബൈന യദൈല്ലാ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലും ഇറാദത്തിലുമായ നിലക്ക് ഞാൻ നൂറായൊരു സമയമുണ്ടായിരുന്നു. ഖബ്ല അൻ യഖ്ലുഖ ആദമ അലൈഹിസ്സലാം, അബുൽ ബഷറാകുന്ന ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര കണ്ട് മുമ്പ്? ബി അൽഫി ആം, 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഖസായിസുൽ കുബ്രയിലും അതുപോലെ ഇബ്നു അബി ഉമർ അൽ അദനി അവിടുത്തെ മുസ്നദിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന് തുല്യമായ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വന്നതായി കാണാം. അവിടെ പറയുന്നത് കുന്തു നൂറൻ ബൈന യദൈ റബ്ബി ഖബ്ല ഖൽഖി ആദമ ബി 14,000 ആം എന്നാണ്. 14,000 വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ 2000 എന്നാണ് പറഞ്ഞത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വന്ന ഹദീസ് ഖബ്ല ഖൽഖി ആദമ ബി 14,000 ആം, 14,000 വർഷങ്ങൾക്ക് മുമ്പ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ 14,000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടത്. അന്ന് തന്നെ ഞാൻ നൂറായി അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലും ഇറാദത്തിലുമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അദദ് നമ്മളീ പറഞ്ഞ മങ്കൂസ് മൗലൂദിൻ്റെ ഹദീസിൽ വന്ന പദപ്രയോഗം ബി അൽഫി ആമീൻ എന്നാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ്. മറ്റൊടുത്തോ 14,000 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നേ അർത്ഥമുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിനെ ഈ 2 ഹദീസുകളെയും ജമഅ് ചെയ്ത് സംയോജിപ്പിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത് എന്നതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നതിൻ്റെ അർത്ഥത്തിൽ 14,000 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ള എതിരൊന്നുമില്ലല്ലോ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലും ഇറാദത്തിലുമായി നൂറായ അവസ്ഥയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂർ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലാഹ യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂറു, റായിന് ദമ്മും അല്ലാഹ എന്നുള്ളിടത്ത് ഫത്ഹുമായിട്ട് വായിക്കണം. യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂറു, യുസബ്ബിഹുല്ലാഹു ദാലിക്കൻ നൂറാന്നല്ല. പെട്ടെന്ന് ഓതിപ്പോകുമ്പോൾ അങ്ങനെ തെറ്റിപ്പോകും, ശ്രദ്ധിക്കണേ. യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂറു, അള്ളാഹുവിനെ എന്നാണ് അർത്ഥം. അള്ളാഹുവിനിക്ക് തസ്ബീഹ് ചൊല്ലുന്നു. ദാലിക്കൻ നൂറു, ആ നൂറ്. ഏത് നൂറ്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു റിപ്പോർട്ട് പ്രകാരം അല്ല 14,000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മാത്രവുമല്ല, വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി, ഈ നൂറിൻ്റെ തസ്ബീഹ് കാരണമായി മലക്കുകളും തസ്ബീഹിലായിരുന്നു. ഈ നൂറിൻ്റെ തസ്ബീഹ് കാരണം മലക്കുകളും തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം, ആദം നബിയെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ അൽഖാ ദാലിക്കൻ നൂറ,
ആ നൂറിനെ അല്ലാഹു നിക്ഷേപിച്ചു ഫീ ത്വീനത്തിഹി. സൂറത്ത് സ്വാദിലെ 71-ാമത്തെ ആയത്ത്, ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ ത്വീൻ. ആദം നബി അലൈഹിസ്സലാമിനെ ത്വീനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ ത്വീനിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ നിക്ഷേപിച്ചത്. അൽഖാ ദാലിക നൂറ ഫീ ത്വീനതി ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദമ ഇലൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പുറപ്പെടുവിച്ചു ഫീ സുൽബി ആദമ, ത്വീനിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിലേക്കെത്തി. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഞാൻ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലുണ്ടായിരുന്നു. വജഅലനി ഫിസ്സഫീനതി ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം. എന്നെ അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സുൽബിലാക്കിയപ്പോൾ കപ്പലിലായിരിക്കെ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, തൂഫാനിൻ്റെ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സുൽബിലായിരുന്നു ഞാൻ. അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്. വജഅലനി ഫീ സുൽബിൽ ഖലീലി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സുൽബിലും ഉണ്ടായിരുന്നു ഞാൻ. അങ്ങനെയാണ് അല്ലാഹു തആലയുടെ തീരുമാനം. വജഅലനി, എന്നെ അല്ലാഹു തആല ആക്കി, ഫീ സുൽബിൽ ഖലീലി ഇബ്രാഹിം അലൈഹിസ്സലാം. എപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സുൽബിലാക്കി, മുതുകിലാക്കിയപ്പോൾ, ഹൈന ഖുദിഫ ബിഹി ഫിന്നാർ, ഇബ്രാഹിം നബിയെ നമ്രൂദ് തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്, ഫഅദ വസ്വാറ ലഹ്ബുഹാ മുഖ്മദാതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുക്കയ്യഫായി, എയർ കണ്ടീഷനായി എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ സന്ദർഭമാണ് വിശദീകരിക്കുന്നത്. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ. വലം യസൽ, ആയിക്കൊണ്ടേയിരുന്നു, യൻഖുലുനി, വലം യസൽ യൻഖുലുനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു, മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ. ഫാഖിറ എന്ന് പറഞ്ഞാൽ അത്വാഹിറ, പരിശുദ്ധരായ. അൽ കരീമത്ത് എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവരായ, ബഹുമാനമുള്ളവരായ. അപ്പോൾ പരിശുദ്ധരും മഹത്വരുമായ പിതാക്കളുടെ മുതുകുകളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്, ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നത്. എവിടേക്ക്? ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ, പരിശുദ്ധരും വ്യഭിചാരത്തിൻ്റെ ഒരു കണിക പോലും തീണ്ടാത്ത ഗർഭാശയത്തിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. അങ്ങനെയാണ് അല്ലാഹു തആല എന്നെ നീക്കിക്കൊണ്ടിരുന്നത്. ഏതുവരെ? ഹത്താ അഖ്റജനി അല്ലാഹ്, എന്നെ അല്ലാഹു തആല പുറപ്പെടുവിക്കുന്നത് വരെ. മിൻ ബൈനി അബവയ്യ, എൻ്റെ രണ്ട് മാതാപിതാക്കളിലൂടെ. ബഹുമാനപ്പെട്ട ആമിന ഉമ്മയുടെയും അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവാകുന്ന, പൊന്നുപ്പയാകുന്ന അബ്ദുള്ള എന്നവരിലൂടെയുമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. വലം യൽതഖിയാ, അവർ രണ്ടാളും സംഗമിച്ചിട്ടില്ല. അലാ സിഫാഹിൻ,
ഒരു നിലക്കുമുള്ള വ്യഭിചാരത്തിൽ അവർ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായ കുഞ്ഞനല്ല ഞാൻ. ഖത്തു, തീരെ തന്നെ അവർ വ്യഭിചാരം നടത്തിയിട്ടില്ല. എൻ്റെ പിതാക്കളും വ്യഭിചരിച്ചിട്ടില്ല. അതിലേക്കാണ് സൂചിപ്പിക്കുന്നത് അൽ ഫാഖിറ. അൽ ഫാഖിറ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടല്ലോ, മിനല്ല സുലാബിൽ കരീമത്തിൽ ഫാഖിറ. അൽ ഫാഖിറ എന്ന് പറഞ്ഞാൽ അത്വാഹിറ, എല്ലാ നിലക്കും പരിശുദ്ധരായത് എന്നാണ്. അതുപോലെ തന്നെ ഇലല്ല റഹാമി അസ്സകിയത്തി ത്വാഹിറ, അവിടെയും പറഞ്ഞത് അത്വാഹിറ. അപ്പോൾ അൽ ഫാഖിറ ത്വാഹിറ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥത്തിനാണ്. വ്യഭിചാരമെന്ന് മാത്രമല്ല, എല്ലാ വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പരിശുദ്ധരായ എൻ്റെ പൂർവ്വപിതാക്കൾ, പരിശുദ്ധരായ എൻ്റെ പൂർവ്വമാതാക്കൾ, അതോടൊപ്പം തന്നെ എൻ്റെ പൊന്നുപ്പയാകുന്ന അബ്ദുള്ള എന്നവരും മാതാവാകുന്ന ആമിന ഉമ്മയും അവരാരും തന്നെ വ്യഭിചരിക്കുകയോ വേണ്ടാത്ത പ്രവർത്തനങ്ങളോ ചെയ്തവരല്ല. അങ്ങനെ പരിശുദ്ധമായ മുതുകുകളിലൂടെയും പരിശുദ്ധരായ ഗർഭപാത്രത്തിലൂടെയും വന്ന ആളാണ് ഞാൻ. എന്തൊരു മഹത്താണ് നബി തങ്ങൾക്കുള്ളത്, എന്തൊരു പ്രത്യേകതയാണുള്ളത്. ഒരു ഹദീസ് ഇതോടുകൂടെ ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബെയ്ത്തിലേക്കാണ് നീങ്ങാനുള്ളത്. വളരെ മനോഹരമായ, ആർക്കും എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കുന്ന പദ്യം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് കേൾക്കാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.